തോമസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ KCS ആക്ടിൻ്റെ റൂൾസ്, അതിൻ്റെ അമെൻഡ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സിലായിട്ട് കണ്ടത്. ഇത് 5ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ റൂൾ 29 ഭേദഗതികൾ എന്തെല്ലാമാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. എന്താണ് റൂൾ 29? റൂൾ 29 പറയുന്നത് സംഘങ്ങളുടെ ഭരണ നിർവഹണത്തെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുക. അപ്പോൾ റൂൾ 29(1) അതായത് റൂൾ 29 സബ് റൂൾ 1 ഒരു ചെറിയ മാറ്റമുണ്ട്. അതായത് സംഘത്തിൻ്റെ ബുക്കുകളും കണക്കുകളും എഴുതി സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് നിലവിലുള്ളത്. അത് കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഫിസിക്കലായും അല്ലെങ്കിൽ ഡിജിറ്റലായും സൂക്ഷിക്കേണ്ടതാണ്. നിലവിലത് സംഘത്തിൻ്റെ ബുക്കുകളും കണക്കുകളും എഴുതി സൂക്ഷിക്കേണ്ടതാണെന്നുള്ളേ ഉള്ളൂ. ആ കൂട്ടത്തിൽ അത് ഫിസിക്കലായും അല്ലെങ്കിൽ ഡിജിറ്റലായും സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് വന്നിരിക്കുന്നത്. ആഫ്റ്റർ ദ വേർഡ്സ് books and registers, the symbols and words either in physical or in digital forms shall be inserted. അതും കൂടെ ചേർത്തിട്ടുണ്ട്. അടുത്ത് ആഫ്റ്റർ സബ് റൂൾ 1 the following sub rule shall be inserted. 1A, all cooperative societies shall prepare and keep the books of accounts and financial statements in the manner and forms included in the audit manual prepared by registrar and approved by the government from time to time. അതായത് 29(1)A എന്നും പറഞ്ഞ് 29ാമത്തെ റൂളിൽ 1ാമത്തെ സബ് റൂളിന് ശേഷം 29(1)A എന്ന് പറയുന്ന ഒരു സബ് റൂളും കൂടെ അഡീഷണലായിട്ട് വന്നിരിക്കുക. അത് പറയുന്ന ഇതാണ്: രജിസ്ട്രാർ തയ്യാറാക്കിയതും കാലാകാലങ്ങളിൽ ഗവൺമെൻറ് അംഗീകരിച്ചതുമായ ഓഡിറ്റ് മാനുവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രീതിയിലും ഫോമുകളിലും അക്കൗണ്ടുകളും സാമ്പത്തിക പ്രസ്താവനകളും തയ്യാറാക്കി സൂക്ഷിക്കണം എന്നാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് ഇൻ സബ് റൂൾ 2 ആഫ്റ്റർ ദ വേർഡ്സ് അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് ദ സിമ്പിൾ ആൻഡ് വേർഡ്സ് ഐദർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം ഷാൽ ബി ഇൻസർട്ടഡ്. സബ് റൂൾ 2 സംഘങ്ങൾ പൊതുവായി താഴെ പറയുന്ന പുസ്തകങ്ങൾ എഴുതിയോ അല്ലെങ്കിൽ ഡിജിറ്റലായോ സൂക്ഷിക്കേണ്ടതാണ് എന്നും കൂടെ ചേർക്കുന്നു. ഇനി ക്ലോസ് എയിൽ, ഈ സബ് റൂൾ 2 തന്നെ ക്ലോസ് എയിൽ മെമ്പേഴ്സ് എന്നുള്ളതിന് ശേഷം ദ വേർഡ്സ് ഷാൽ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് ദെയർ ആഫ്റ്റർ കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോംസ് ഷാൽ ബി ഇൻസർട്ടഡ്. ഡിജിറ്റലായും അല്ലെങ്കിൽ മാനുവലായും എഴുതി സൂക്ഷിക്കേണ്ടതാണെന്ന് അവിടെയും ചേർത്തിരിക്കുകയാണ്. ഇനി ക്ലോസ് 29(2)A എന്ന് പറയുന്ന ക്ലോസിൽ അഡ്മിഷൻ രജിസ്റ്ററിൽ മാനുവലായി തയ്യാറാക്കുകയും അതിനുശേഷം ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കുകയും ചെയ്യണം എന്നാണ് വന്നിരിക്കുന്നത്. ആഫ്റ്റർ ദ വേർഡ്സ് മെമ്പേഴ്സ് ദ വേർഡ് ഷാൽ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് ദെയർ ആഫ്റ്റർ കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ forms shall be inserted. In clause M, അതായത് റൂൾ 29(2) സബ് റൂൾ 2 M-ൽ ആഫ്റ്റർ ദ വേർഡ്സ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ ദ വേർഡ്സ് ഷാൽ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് ദെയർ ആഫ്റ്റർ കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോംസ് ഷാൽ ബി ഇൻസർട്ടഡ്. അവിടെയും ന്യൂനതാ പരിഹരണ രജിസ്റ്ററെ പറ്റി പറയുന്നിടത്തും മാനുവലായി തയ്യാറാക്കുകയും അതിനുശേഷം ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കണക്ക് ബുക്കുകൾ മാനുവലായിട്ടും എഴുതണം, അത് ഡിജിറ്റൽ ഫോമിലും വേണം എന്നാണ് പറയുന്നത്. ഇനി 29(3) വ്യത്യാസം എന്തെല്ലാമാണ്? റൂൾ 29 3
നിലവിലില്ലാത്തതാണ്. അത് റൂൾ 2 ശേഷം നമ്മൾ സബ് റൂൾ 3 എന്ന് പറഞ്ഞൊരെണ്ണം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഇത്തവണ. ഇതാണ് പറയുന്നത്, ദർ ഷാൽ ബി എ കോമൺ സോഫ്റ്റ്വെയർ adopted by the government for primary agricultural credit societies. Every primary agricultural credit society shall keep and maintain their accounts by using such common software. In the case of societies other than PACS, their accounts shall be prepared only by using a software approved by the registrar. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ കോമൺ സോഫ്റ്റ്വെയർ നടപ്പിലാക്കും. മറ്റ് സംഘങ്ങളിൽ രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. ഇതിനായിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണ് എന്നാണ് ഇതിൻ്റെ ചുരുക്കം. The registrar shall have necessary guidelines for installation, maintenance and the use of common software to all cooperative societies. The guidelines shall also include details such as migration of legacy data, training of employees, implementation timeline and sharing the cost for the expenses of such common software. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗൈഡ്ലൈൻസിനകത്ത് രജിസ്ട്രാർ പറഞ്ഞിരിക്കണം. In the case of societies for whom the registrar has given approval for use of a software other than the common software, the registrar shall issue necessary guidelines for migration of legacy data, training of employees and implementation timeline in different categories of societies. ഇനി അടുത്തത്, after Rule 29, the following rule shall be added, namely 29A. ഇപ്പോൾ 29 എന്ന് പറയുന്ന റൂളിന് ശേഷം 29A എന്ന് പറയുന്ന ഒരു പുതിയ റൂള് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റി ആൻഡ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. ഒരു പ്രധാനപ്പെട്ട ചേഞ്ചസാണ് അതിനകത്ത്. അതായത് സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററാണ് മിനിറ്റ്സ് ബുക്ക്. ബട്ട് റൂൾ 29A എന്ന് പറയുന്നതിൽ ഇതും കൂടെ പറയുകയാണ്, മിനിറ്റ്സ് ബുക്കിൻ്റെ സൂക്ഷിപ്പ്. മിനിറ്റ്സ് ബുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ദി മിനിറ്റ്സ് ബുക്ക് ഓഫ് ഓൾ മീറ്റിംഗ് ഷാൽ ബി കെപ്റ്റ് അണ്ടർ ദ സേഫ് കസ്റ്റഡി ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് of the respective cooperative society and shall be made available for inspection by the president and other directors at all reasonable times. അപ്പോൾ മിനിറ്റ്സ് ബുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ആണ് എഴുതി സൂക്ഷിക്കേണ്ടത്. പ്രസിഡൻറ്റും ഡയറക്ടർമാരും പരിശോധിക്കുന്ന സാഹചര്യത്തിൽ അത് ഹാജരാക്കണം. പിന്നെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന ആൾ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് അതിനകത്ത് വേണ്ട രേഖപ്പെടുത്തലുകൾ നടത്തണം. The minutes book of the meeting shall be recorded by the president or any member of the committee or the chief executive of the society. പിന്നെ പറഞ്ഞിരിക്കുന്നു, blank space in the minutes book shall be scored out and all corrections, overwriting, overriding, etc. should be clearly noted at the end before the minutes are signed by the president and other members of the board. അതായത് മിനിറ്റ്സ് ബുക്കിൽ ബ്ലാങ്കായിട്ട് കിടക്കുന്ന സ്ഥലം വരച്ചിടണം. കറക്ഷൻ ഉണ്ടെങ്കിൽ മിനിറ്റ്സ് ബുക്കിൽ അത് രേഖപ്പെടുത്തണം. പ്രസിഡൻറ്റും അംഗങ്ങളും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ the minutes book of the meeting shall be signed by the president and all other members of the board who were present at the meeting, and the proceedings of the previous meeting shall be read out and recorded in the subsequent meeting. അതായത്
ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത അംഗങ്ങൾ അതിൽ ഒപ്പുവെക്കണം മിനിറ്റ്സ് ബുക്കിൽ. തൊട്ടടുത്ത മീറ്റിങ്ങിന് വരുമ്പോൾ മുൻപ് നടന്ന മീറ്റിംഗ് തീരുമാനം വായിച്ച് റെക്കോർഡാക്കണം. അതുപോലെ പരിശോധന ഓഡിറ്റ് സമയങ്ങളിൽ ഈ മിനിറ്റ്സ് ബുക്ക് ഹാജരാക്കുകയും വേണം. ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ മീറ്റിംഗ്, ബോർഡ് മീറ്റിംഗ്, സബ് കമ്മിറ്റി മീറ്റിംഗ് ആസ് വെൽ ആസ് ജനറൽ ബോഡി മീറ്റിംഗ്. അത് പൊതുയോഗത്തിൻ്റെ ആകാം, ബോർഡ് മീറ്റിങ്ങിൻ്റെ ആകാം, സബ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ ഏതിൻ്റെ ആണെങ്കിലും, ഏത് മീറ്റിങ്ങിൻ്റെ ആണെങ്കിലും ആ മിനിറ്റ്സ്, രേഖപ്പെടുത്തിയ മിനിറ്റ്സ് ഷാൽ ബി മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ ഓർ ഓഡിറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ബൈ ദ ഓതറൈസ്ഡ് ഓഫീസേഴ്സ്. അപ്പോൾ അവരാവശ്യപ്പെടുമ്പോൾ, ഇപ്പോൾ ഓഡിറ്റിന് വരുന്ന ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷന് വരുന്ന ഉദ്യോഗസ്ഥന്മാരോ അത് ആവശ്യപ്പെടുകയാണെങ്കിൽ മിനിറ്റ്സ് ബുക്ക് ഹാജരാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ റൂൾ 29A മിനിറ്റ്സ് ബുക്കിനെ പറ്റി പറയുന്നത്. ഇനി റൂള് 33 വന്നിരിക്കുന്ന മാറ്റങ്ങൾ. റൂൾ 33 എന്ന് പറയുന്നത് കണക്കുകളും സ്റ്റേറ്റ്മെൻറ്റുകളും രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. ഇതിൽ സബ് റൂൾ 1 ആഫ്റ്റർ ക്ലോസ് ബി ദ ഫോളോയിങ് ക്ലോസ് ഷാൽ ബി ആഡഡ്, നെയിംലി rectification reports approved by the committee on summary of defects in the audit report and the approval of general body of the society on steps to be taken for the rectification of such defects. അത് അഡീഷണലായിട്ട് ചേർത്തിരിക്കുകയാണ്. റൂൾ 33BA എന്ന് പറയുന്നതാണ്. അപ്പം കണക്കുകളും സ്റ്റേറ്റ്മെൻറ്റുകളും രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്നത് സംബന്ധിച്ചാണ് റൂൾ 33 വന്നിരിക്കുന്നത്. അപ്പം അതിൽ ബി എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് ഉണ്ട്. അതിനുശേഷം ബി എന്ന് പറയുന്ന ക്ലോസിൽ അതേ വർഷത്തിലെ വരവ് ചെലവ് കണക്കുകൾ, ലാഭനഷ്ട കണക്ക്, ബാക്കിപത്രം എന്നിവ ഉൾപ്പെടുന്ന ഓഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ ഈ ഇതെല്ലാം രജിസ്ട്രാർക്ക് ഓരോ സാമ്പത്തിക വർഷം അവസാനിച്ച് ഇത്ര നാൾക്കകം കമ്മിറ്റി സാക്ഷ്യപ്പെടുത്തി അത് കൊടുക്കണം, സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒന്നാമത് എയിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്തമായ വാർഷിക റിപ്പോർട്ട് വേണം. രണ്ടാമത് R&D, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഓഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് വേണം. പിന്നെ അത് കൂടാതെ പറഞ്ഞിരിക്കുക, അഡീഷണലായിട്ട് ചേർത്തിരിക്കുകയാണ് BA എന്നും പറഞ്ഞ് ഭരണസമിതി പൊതുയോഗം അംഗീകരിച്ച ഓഡിറ്റ് ന്യൂനതാ പരിഹരിക്കുന്നതിനെടുത്ത നടപടിയും വേണം എന്നുള്ളതാണ്. അതാണ് rectification reports approved by the committee on summary of defects in the audit report and the approval of general body of the society on steps to be taken for the rectification of such defects. സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയ ഭരണസമിതി അംഗീകരിച്ച ഓഡിറ്റ് ന്യൂനത പരിഹരണം വേണം. അത് പരിഹരിക്കുന്നതിനെടുത്ത നടപടിക്രമങ്ങളും വേണം. പിന്നെ 33BB എന്ന് പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അഡീഷണലായിട്ട്. അതായത് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് സാക്ഷ്യപ്പെടുത്തിയ ക്രെഡിറ്റ് വ്യാപാരങ്ങളുടെ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് പറയുന്നത്. ക്രെഡിറ്റ് ആക്ടിവിറ്റീസിൻ്റെ, ക്രെഡിറ്റ് വ്യാപാരങ്ങളുടെ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് വേണം. പിന്നെ 33E എന്ന് പറയുന്നത് പൊതുയോഗം വിളിക്കുന്നതിൻ്റെയും തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ആയതിൻ്റെ തീയതിയുടെ പ്രഖ്യാപനങ്ങളും എന്നാണ് നിലവിലുള്ളത്. അപ്പോൾ അതിൽ പൊതുയോഗം വിളിക്കുന്നതിൻ്റെയും തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ആയതിൻ്റെ തീയതിയുടെ പ്രഖ്യാപനവും കൂടാതെ എന്ന് ഒരു വാക്കുണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ട്. വേർഡ് ആൻഡ് ഒക്കറിങ് അറ്റ് ദി എൻഡ് ഷാൽ ബി ഒമിറ്റഡ്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ റൂള് 33EA അഡീഷണലായിട്ട് ഒരെണ്ണം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. 33EA എന്ന് പറയുന്നത്
detailed list of all liabilities of the members of the committee and their family members, the employees of the society and their family members, due to the society for the previous financial year. അതായത് കമ്മിറ്റി അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ മുൻ വർഷത്തെ ബാധ്യത പട്ടിക. പിന്നെ 33(3) സബ് റൂൾ 3 3 കഴിയുന്ന സബ് റൂൾ കഴിഞ്ഞിട്ട് 3A എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ചേർത്തിരിക്കുക. അതായത് in the case of failure by any society to submit quarterly returns on the credit activities duly certified by the Chief Executive Officer of the cooperative societies as specified in subsection 2 of section 66C of the Act, such a society shall be liable to pay fine as specified in the table below. namely എന്ന് പറഞ്ഞ് ഫൈനിൻ്റെ വിവരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അതായത് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ ആ സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഓരോ സൊസൈറ്റികൾക്ക് ഇത്ര രൂപ എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. സൊസൈറ്റീസ് കമ്മിങ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ക്ലാസ് 1 അക്കോർഡിംഗ് ടു ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ആസ് പെർ അപ്പൻഡിക്സ് 3 ഓഫ് ദിസ് റൂൾ ₹10,000. അതായത് ക്ലാസ് 1 സൊസൈറ്റികൾ 10,000 രൂപ പിഴ അടയ്ക്കണം. ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റുകൾ നേരത്തെ ഇതിൽ പറഞ്ഞിരുന്ന ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടല്ലോ, അത് യഥാസമയം രജിസ്ട്രാർക്ക് സമർപ്പിച്ചില്ലെങ്കിൽ ആ CEO ക്ലാസ് 1 സൊസൈറ്റികൾ ആണെങ്കിൽ 10,000 രൂപയും, ക്ലാസ് 2 സൊസൈറ്റി ആണെങ്കിൽ 8,000 രൂപയും, ക്ലാസ് 3 സൊസൈറ്റി ആണെങ്കിലും 8,000 രൂപ. അതായത് ക്ലാസ് 2ഉം ക്ലാസ് 3യിലും പെടുന്ന സംഘങ്ങൾ 8,000 രൂപയും, പിന്നെ ക്ലാസ് 4ലും 5ലും പെടുന്ന സംഘങ്ങൾ 6,000 രൂപയും. ഇനി ഇതിലൊന്നും പെടാത്ത മറ്റ് സംഘങ്ങളുണ്ടല്ലോ, ഓൾ അതർ സൊസൈറ്റീസ് കമ്മിങ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ഫൈനാൻഷ്യൽ ഇയർ ₹5,000. ഇപ്പോൾ ക്ലാസ് 1 ആണെങ്കിൽ 10,000, ക്ലാസ് 2, 3 8,000, ക്ലാസ് 4, 5 6,000 6,000. ഇതിൽ പെടാത്ത മറ്റ് സംഘങ്ങൾ 5,000 രൂപയും ഫൈൻ അടയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 6 മാസത്തിനുള്ളിലാണ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. രജിസ്ട്രാർക്ക് ഓരോ വർഷവും പൂർത്തീകരിച്ച് അതിന് ശേഷം ഈ ഓഡിറ്റ് ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുൻപ് ഇതിൽ സൂചിപ്പിച്ചിരുന്നു. അഡീഷണലായിട്ട് വേണ്ട കാര്യങ്ങളും എല്ലാം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ സെക്ഷൻ 66C നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ 66C സബ്സെക്ഷൻ 2 പറയുന്നുണ്ട് എന്തെല്ലാം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് അതിന് വിപരീതമായിട്ട് വരികയാണെങ്കിൽ, അത് സമർപ്പിച്ചില്ലെങ്കിലാണ് ഈ ബാധ്യത, ഇപ്പോഴേ അടയ്ക്കാനുള്ള ബാധ്യത ചീഫ് എക്സിക്യൂട്ടീവിന് വരിക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത 35A എന്തെല്ലാം മാറ്റങ്ങളാണ് വരിക എന്ന്. 35A എന്ന് പറയുന്ന റൂള് സഹകരണ സംഘങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്, ഭരണസമിതി തിരഞ്ഞെടുപ്പ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി പല പ്രാവശ്യം ഇത് കേട്ട് പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.